ക്രിസ്റ്റഫർ മാക്കോറിന്റെ സംവിധാനത്തിൽ വേൾഡ് സൂപ്പർ സ്റ്റാർ ടോം ക്രൂസിന്റെ ഏറ്റവും പുതിയ ചിത്രം മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റിക്കോണിംഗ് 2023 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ മാക്കോറിന്റെ തന്നെ ബ്ലഡ് റിക്കോണിംഗിന്റെ കൺക്ലൂഷനാണ് ഫൈനൽ റിക്കോണിംഗ്. അപ്പൊ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ നിന്ന് വളരെ മാറി വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഡ്രാമ ത്രില്ലർ സിനിമ കാണുന്ന ഒരു ഫീലിലാണ് പടം പോകുന്നത്. അപ്പൊ നമ്മൾ ഇതേവരെ കണ്ട മിഷൻ ഇമ്പോസിബിൾ സിനിമകളുടെ എല്ലാം പടത്തിന് ഒരു വ്യത്യസ്തമായിട്ട് വളരെ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടൊരു പുതിയൊരു അനുഭവം സിനിമ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടി. അപ്പൊ പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടോം ക്രൂസ് പടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പുള്ളിയുടെ അന്യായമായുള്ള ആക്ഷൻ സീൻസുകൾ നമുക്കറിയാം, എല്ലാ സാധനങ്ങളും പുള്ളി തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ അമ്മാതിരി കുറെ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി കൂടുതലും ഡയലോഗ്സിനും അതുപോലെ തന്നെ ഇമോഷൻ സീൻസിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്താണ് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയുടെ കഥയ്ക്കകത്ത് ഏറ്റവും രസകരമായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു എക്സ്ട്രാ ടാലന്റ്, എക്സ്ട്രാ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ, ഒരു മനുഷ്യന്റെ അത്രയും ചിന്തിക്കാൻ, അതിലും ചിന്തിക്കാൻ പവർഫുൾ ആയിട്ടുള്ള എല്ലാവിധ ഇമോഷൻസും ആങ്കറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടാണ് ഈ എൻറ്റിറ്റി എന്ന് പറയുന്നതിനെ, അതിനെ ഒരു കഥാപാത്രമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത്. ഡെഡ് റെക്കോർഡിങ്ങിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടി ഡീപ്പായിട്ട് ഈ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് സംവിധായകൻ തുടക്കത്തിൽ തന്നെ ഈ സിനിമയ്ക്കകത്ത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഏറ്റവും വലിയ, സാധാരണ മിഷൻ ഇമ്പോസിബിൾ സിനിമയ്ക്കകത്ത് ഈതൻ ഹണ്ട് എടുക്കുന്ന മിഷനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഇയാൾ മിഷൻ ഏറ്റെടുക്കുന്നത് ഈ എൻറ്റിറ്റി എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്നാണ്. അപ്പം ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റിക്ക് ഒരിക്കലും ലോകത്തെ നശിപ്പിക്കണമെന്നില്ല. ബട്ട് ഇതിന്റെ കൺട്രോളിങ് ആരുടെ കയ്യിൽ വരുന്നോ ആ കൺട്രോൾ ചെയ്യുന്ന ആള് ദുഷ്ടനായിട്ടൊരു മനുഷ്യനാണെങ്കിൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ, ലോകത്തെ മുഴുവൻ കൺട്രോളിങ്ങിലാക്കുന്ന പവർ അയാൾക്ക് വന്നു ചേരും. അപ്പൊ അത് ഏത് നിമിഷവും വന്നു ചേരാവുന്ന ഒരു അവസ്ഥയിലാണ് ഗബ്രിയേൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ നിൽക്കുന്നത്. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് അതൊരു സ്പോയിലർ ആകാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അതിന്റെ കഥ പറയാനും കാരണം. അപ്പം ആ ഗബ്രിയേലിനെ ഇതിൽ നിന്നും തടുക്കാനായിട്ട്, ഈ എൻറ്റിറ്റിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ഈതൻ ഹണ്ടും ടീമും IMF ടീമും ഒരുങ്ങുന്നതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള പ്ലോട്ട്. ഈ സിനിമ സാധാരണ മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എവിടെയാന്ന് വെച്ചാൽ, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പടത്തില് ഈ മിഷൻ ഏറ്റെടുക്കുന്നു. ആ മിഷന് വേണ്ടി അവരുടെ മനസ്സിനുണ്ടാകുന്ന ഇമോഷൻസും അതുപോലെ തന്നെ പേടി, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് പക്ക റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമയ്ക്കകത്ത് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ഹാഫ്. അപ്പം നമ്മൾ ഈ മിഷൻ ഇമ്പോസിബിളിന്റെ സാധാരണ രീതിയിലുള്ള ഈ ആക്ഷൻ സീറ്റഡ് ജെറ്റ് സാധനങ്ങൾ പ്രതീക്ഷിച്ച് വരുന്ന പ്രേക്ഷകർക്ക് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തോന്നും. പക്ഷെ അതേസമയം ഇതിന്റെ ഡയറക്ടറെ ഒരു പൂർവ്വകാല ചില സിനിമകൾ എടുത്തു നോക്കി, ഡയറക്ടറുടെ ഒരു ചില സിനിമകളുണ്ട്. ഇപ്പൊ ദ യൂഷ്വൽ സസ്പെൻസ് എന്ന് പറഞ്ഞ പടം ക്രിസ്റ്റഫർ മാക്കോർ സംവിധാനം ചെയ്ത ഒരു ബെസ്റ്റ് ക്ലാസിക് ഡ്രാമ ഫിലിമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അതായത് മിഷൻ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനും സാധനങ്ങളും ഒക്കെ പക്ക റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലാഗായിട്ട് പോകുന്നത്. പിന്നെ ഡെഡ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ സിനിമ പ്രതീക്ഷിച്ച് ഈ പടം കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിരാശയായിരിക്കും. അങ്ങനെ ഒരു ഡ്രാമറ്റിക് ക്ലാസിക് ഫീലിൽ പോകുന്ന പടം സെക്കൻഡ് ഹാഫ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പടം അടിച്ചു കയറുക. അതായത് സാധാരണ നമ്മൾ ടിപ്പിക്കൽ മിഷൻ ഇമ്പോസിബിൾ സിനിമയ്ക്കകത്ത് ഒരു പ്രേക്ഷകൻ കാണാൻ ആഗ്രഹിക്കുന്ന എന്താ, ടോം ക്രൂസിനെ. അതായത് ടോം ക്രൂസിന്റെ സ്റ്റണ്ട്, ആക്ഷൻ, അങ്ങനത്തെ പക്ക ഒരു ടോം ക്രൂസ് പടമായി മാറിയത്. അതായത് പടത്തിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ക്രിസ്റ്റഫർ മാക്കറിന്റെ ഒരു ഡ്രാമ ക്ലാസിക് ഫീലിൽ പോകുന്ന ഒരു പടം. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ടോം ക്രൂസ് ആരാധകർക്ക് ആസ്വദിക്കാനുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ടോം ക്രൂസിന്റെ സാധാരണ മിഷൻ ഇമ്പോസിബിൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലത്തെ ആക്ഷനിൽ നിന്ന് ഇച്ചിരി മാറി ആക്ഷന്റെ അതൊരു പക്ക റിയലിസ്റ്റിക് സാധനം കയറ്റിയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ശരിക്കും കിടുക്കി അമ്മാതിരി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബട്ട് ഡെഡ് റെക്കോർഡിങ്ങിന്റെ അതേപോലത്തെ ഒരു സംഭവമല്ല.
അതിൽ നിന്നും ആക്ഷൻ ആണെങ്കിൽ പോലും അത് ഒരു റിയലിസ്റ്റിക് ഫീൽ വരുന്നുണ്ടെങ്കിലും അത് ശരിക്കും സീറ്റഡ്ജഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കടലിന്റെ അടിയിൽ നിന്നൊരു മിഷൻ ഇവൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമുക്കൊരു ബ്രീത്ത് ടേക്കിംഗ് ഫീല് തരുന്ന സീൻസ് ആയിരുന്നു. അതുപോലെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വരുന്ന കുറച്ച് ബീജിയവും അതുപോലെ ടോം ക്രൂസിന്റെ ഒരുപാട് ഇമോഷൻ സീൻസ് തുടക്കം മുതലുണ്ട്, അവസാനമൊക്കെ പക്ക ഇമോഷൻ സീൻസ് ഒക്കെ. അതായത് പുള്ളിക്ക് അഭിനയിക്കാൻ ഒരുപാട് സ്പേസ് ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരുപാട് ക്ലോസ് ഷോട്ടുകളൊക്കെ അടങ്ങി, ഒരുപാട് ഇമോഷൻ സാധനങ്ങളെല്ലാം അടങ്ങി ഒരുപാട് സീൻസ് തുടക്കം മുതലുണ്ട്. ക്ലൈമാക്സിലൊക്കെ പക്കായിട്ട് ചെറിയൊരു കണ്ണ് നനഞ്ഞേ നമ്മളിത് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങത്തുള്ളൂ. അമ്മാതിരി സീനുകളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൂതർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മളെ മിഷൻ ഇമ്പോസിബിൾ ഇവരുടെ ഗ്രൂപ്പിലുള്ള ലൂതർ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈതൻ ഹണ്ടുമായിട്ടുള്ള കുറച്ച് ഇമോഷൻ സാധനങ്ങളുണ്ട്. ക്ലൈമാക്സിൽ ലൂതറിന്റെ കുറച്ച് കോട്ട്സ് ഉണ്ട്. പുള്ളി അവസാനം ഇയാൾക്ക് ഈ ഈതൻ ഹണ്ടിന് മെസ്സേജ് അയക്കുന്ന കുറേ ഒരു സാധനം, അത് നമുക്കൊരു കോട്ട്സ് പോലെ എഴുതി വെക്കാവുന്ന പോലത്തെ മെമ്മറബിൾ ആയിട്ടുള്ള കോട്ട്സ് ആണ് ക്ലൈമാക്സിൽ പറയുന്നത്. ആ സീൻ കാണാൻ നേരത്ത് ശരിക്കും ഒരു സിനിമ ആസ്വാദനം എന്നുള്ള രീതിയിൽ ശരിക്കും എനിക്ക് കണ്ണിക്കൂടി വെള്ളം വന്നു. അതായത് ഇതിൻ്റെ അകത്ത് പുള്ളി ഈതൻ ഹണ്ട് ഇതിൻ്റെ അകത്ത് മിഷൻ ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് AI ആയിട്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ AI അടുക്കൽ നിന്നാണ് പുള്ളി മിഷൻ ഏറ്റെടുക്കുന്നത്. അതിനായിട്ട് പുള്ളി ഒരു ബോക്സ്, അതായത് ഇന്റർസ്റ്റെല്ലാർ സിനിമയ്ക്കകത്തൊക്കെ ഒരു സാധനത്തിൻ്റെ അത് കയറിയിരിക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇതിൽ കയറി നിന്നൊരു തലൊരു മാസ്ക് വെച്ച് ആ സംഭവം ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തിലേക്ക് പുള്ളിയുടെ മൈൻഡ് ഫുള്ളായിട്ട് ഒരു ഇലക്ട്രിക് തരംഗങ്ങൾ വഴി പോകുന്നതായിട്ടാണ് കാണിക്കുന്ന ആ സീന്. നമ്മൾ ഈ ഷോക്ക് തലക്കകത്തോട്ട് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ആവണം. അത് ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പം എനിക്കത് ശരിക്കും ഫീലായി. അതൊരു അന്യ സീനായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ നേരത്തെ പോട്ട്കോറ എന്ന് പറയുന്ന ഒരു മിഷൻ എടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ മിഷൻ. ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു മിഷനാണത്. ആ ഒരു മിഷൻ വെള്ളത്തിന്റെ അടിയിൽ, കടലിന്റെ അടിയിലാണ്. അപ്പൊ കടലിന്റെ അടിയിലുള്ള ആ സീൻ ഇച്ചിരി ഏറെ നേരമുള്ള ഒരു സീനാണ്. അത് ഭയങ്കര ടെൻഷൻ ക്രിയേറ്റ് ചെയ്താണ് ആ സീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലെ മെയിൻ സീൻ, ഇത് ഈ ഒരു എൻറ്റിറ്റിയെ അവസാനിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അത് ക്ലൈമാക്സിലെ മെയിൻ ആക്ഷൻ സീൻ. പ്ലെയിനേലുള്ള പുള്ളിയുടെ ടോം ക്രൂസിന്റെ ഓരോ ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി റിയൽ ആയിട്ട് ചെയ്യുന്നതാണ്. അത് യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. ആ സീനും പക്കയാണ്, ഒരു രക്ഷയില്ല. അതായത് നമ്മൾ മിഷൻ ഇമ്പോസിബിൾ കാണുമ്പോൾ, നമ്മൾ ടോം ക്രൂസിന്റെ പടം കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സംഭവങ്ങളും ക്ലൈമാക്സിലെ ആ സീനുകൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും കൈയടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിഷൻ ഇമ്പോസിബിൾ സീരീസിനോട് 100% നീതി പുലർത്തുന്ന ഒരു ക്യാമറ വർക്കായിരുന്നു ഫ്രൈസർ ടഗാർട്ടി ഈ സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പണ്ട് കണ്ടുവന്ന മിഷൻ ഇമ്പോസിബിളിന്റെ ഒരു ചില ഷോട്ടുകൾ ഈ സിനിമയ്ക്കകത്ത് ഓർമ്മിപ്പിക്കുന്നതായിട്ട് എനിക്ക് ചില സീനുകൾ കണ്ടപ്പോൾ നല്ല ഫീലായിരുന്നു. അപ്പം ചില സീനുകൾ ഈ മിഡ് ക്ലോസ് ഷോട്ടിൽ ഈ ചെരിച്ച് ഒരു പ്രത്യേക രീതിയിൽ ചെരിച്ച് ചില ഷോട്ടുകളുണ്ട്. ഈ പഴയ MI24 അങ്ങനെയുള്ള സീരീസിൻ്റെ അത് ഞാൻ കണ്ടിട്ടുള്ള ചില പഴയ സീൻസുകളുണ്ട്. അത് അന്ന് അതൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു ഷോട്ടുകളായിരുന്നു. അതിൻ്റെ ഒരു ഫീല് വരുത്തക്കുള്ള കുറച്ച് ഒരു 5-6 ഷോട്ടുകൾ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരാൻ നേരത്തെ US പ്രസിഡന്റ് ഒരു ലേഡിയാണ്, പുള്ളിക്കാരുടെ ഒരു ക്ലോസ് ഷോട്ടൊക്കെ ആ ഒരു രീതിയിൽ കാണിച്ച് അതൊക്കെ നല്ലൊരു ഫീല്, ഒരു നൊസ്റ്റാൾജിക് ഫീല് തോന്നി. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മാക്സ് അനൂജും ആൽഫി ഗോഡ്ഫ്രൈയുമാണ്. ഈ പടത്തിന്റെ ഫീലിന് തക്കതായിട്ടുള്ള നൈസ് ബീജിയമാണ് സിനിമയ്ക്ക് ഒട്ടനീളം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ സെക്കൻഡ് ഹാഫ് പോട്ട്കോറ എന്ന് പറഞ്ഞ ഒരു മിഷൻ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, ആ മിഷൻ കടലിന്റെ അടിയിൽ വെച്ചുള്ള ഒരു സാധനമായിരുന്നു. ആ സീനിന് കൈകാര്യം ചെയ്തിരിക്കുന്ന മ്യൂസിക് ഉണ്ട്, പക്ക സാധനം എന്ന് പറഞ്ഞാൽ പക്ക സാധനം. അത് ഇന്നേ വരെ സാധാരണ കണ്ടു വന്നിട്ടുള്ള ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ സാധാരണ കണ്ടുവന്ന മ്യൂസിക്കിൽ നിന്ന് കുറച്ച് മാറ്റി ഒരു 5th ഡയമെൻഷൻ മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം, ഒരു സ്പിരിച്വൽ സാധനം പോലത്തെ ഒരു വെറൈറ്റി സാധനം, സീനിനോട് സിങ്ക് ആകുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പടത്തെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നിന്ന് മാറി ഒരു ഡ്രാമ ത്രില്ലർ വിത്ത് ക്ലാസി എലമെന്റ്സ് അടങ്ങിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സംഭവങ്ങളും പടത്തിലുണ്ട്. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഇത് പടം ഇഷ്ടപ്പെടാതെ വന്നേക്കാം. കാരണം സാധാരണ കാണുന്ന മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നിന്ന് ഇച്ചിരി ലാഗ് വരുന്നതുകൊണ്ട് കുറെ പേർക്ക് ഇത് ഇഷ്ടപ്പെടാതെ വരാം. പക്ഷേ ഇത് പിന്നീട് ഒരു അണ്ടർ റേറ്റഡ് മിഷൻ ഇമ്പോസിബിൾ മൂവിയായി മാറാൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്.